നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ പറയുന്നതിനപ്പുറം മറ്റൊരു വാക്കോ എതിർ ശബ്ദമോ കേൾക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. പിണറായിയുടെ ഒരൊറ്റ നോട്ടത്തിൽ പല വമ്പൻ നേതാക്കളും വിറച്ചിരുന്ന പാർട്ടിയിലാണ് ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി സ്വന്തം അണികൾ തെരുവിൽ എന്ന പോലെ നേതാക്കൾക്കെതിരെ പരസ്യമായി തിരിഞ്ഞിരിക്കുന്നത്. അതും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പലവട്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തകർച്ചയ്ക്ക് പിന്നാലെ പാർട്ടിയുടെ സ്വന്തം യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയുടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലാണ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അണികൾ കടുത്ത ഭാഷയിൽ തുറന്നടിച്ചിരിക്കുന്നത്. ചരൽക്കുന്നിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് പ്രതിനിധികൾ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തെ ചവിട്ടിക്കൂട്ടിയിരിക്കുന്നത്. MV ഗോവിന്ദനെയും പിണറായി വിജയന്റെയും നടപടികൾ ഒരുമിച്ച് ചേർന്നപ്പോൾ പാർട്ടിയുടെ അവസ്ഥ വെറും ഗോപി ആയി മാറിയെന്നാണ് അണികൾ പരസ്യമായി പരിഹസിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം ജനങ്ങളോടുള്ള നേതാക്കളുടെ അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്ന് അണികൾ അക്കമിട്ട് നിരത്തി വിമർശിച്ചു. ഈ സമ്മേളനത്തിൽ ഉയർന്ന പ്രധാന വിമർശനങ്ങൾ കേട്ടാൽ പിണറായിയും ഗോവിന്ദനും എത്രത്തോളം ജനങ്ങളിൽ നിന്നും സ്വന്തം അണികളിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാകും. തിരുവല്ലയിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രതിനിധി സമ്മേളനത്തിൽ തുറന്നടിച്ചത് ഇങ്ങനെയാണ്. ഒരു പാർട്ടി യോഗത്തിൽ വെച്ച് നയപരമായ കാര്യങ്ങളിൽ ചോദ്യം ചോദിച്ച സാധാരണക്കാരനായ ഒരു പ്രവർത്തകനോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത് പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കി. പാർട്ടി സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും ശരീരഭാഷയും വാക്കുകളും ജനങ്ങളെയും അണികളെയും ഒരുപോലെ ശത്രുക്കളാക്കുന്നതാണെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. തെറ്റിദ്ധരുത്താനുള്ള നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടും ധാർഷ്ട്യം കാരണം അതൊന്നും ഉപയോഗിച്ചില്ല. എന്നും ഭരണത്തിൽ തുടരുമെന്ന കടുത്ത അഹങ്കാരമാണ് പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റിയത്. സത്യവും തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ ഈ പാർട്ടിയിൽ നിന്ന് നാളെ ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമായി കരുതുമെന്നും വരെയാണ് അണികൾ ചങ്കുപൊട്ടി വിളിച്ചു പറഞ്ഞത്. നേതാക്കളുടെ ഏകാധിപത്യ ശൈലിക്ക് മുന്നിൽ ഇനി തലകുനിക്കാൻ അണികൾ തയ്യാറല്ല എന്നതിന്റെ വലിയൊരു തെളിവാണിത്. വിമർശനങ്ങൾ അവിടെയും തീരുന്നില്ല. പത്തനംതിട്ടയിലെ വലിയ നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിനെതിരെയും കടുത്ത രോഷമാണ് സമ്മേളനത്തിൽ ഉയർന്നത്. സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ പരസ്യമായി പത്മകുമാറിനെതിരെ തെരുവിൽ സമരം ചെയ്യണമായിരുന്നുവെന്ന് അണികൾ ആവശ്യപ്പെട്ടു. എന്നാൽ A. പത്മകുമാറിനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വലിയ പേടിയാണ്. അതുകൊണ്ടാണ് പത്മകുമാറിനെതിരെ പാർട്ടി യാതൊരുവിധ നടപടിയും എടുക്കാത്തത്. പത്മകുമാറിനെ ഇനിയും ഇങ്ങനെ ചുമക്കുന്നതിന്റെ വ്യക്തമായ കാരണം ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഇനിയും കനത്ത തിരിച്ചടി പാർട്ടി നേരിടേണ്ടി വരുമെന്ന് അണികൾ മുന്നറിയിപ്പ് നൽകി. ഇതിലും വലിയൊരു നാണക്കേട് കോന്നിയിൽ നിന്നുള്ള പ്രതിനിധി വിളിച്ചു പറഞ്ഞതാണ്. കാപ്പ കേസ് പ്രതികളായ ഗുണ്ടകളെയും കള്ളക്കടത്തുകാരെയും വരെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് ഈ പാർട്ടിക്ക് നാട്ടക്കേസും നാണക്കേടുമല്ലാതെ മറ്റെന്ത് മിച്ചമാണ് ഉണ്ടായതെന്ന് മുൻ മന്ത്രിയും മുൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ നേതാക്കൾ മറുപടി പറയണമെന്നുമാണ് അണികൾ ആവശ്യപ്പെട്ടത്. കള്ളന്മാരെയും ഗുണ്ടകളെയും സംരക്ഷിക്കുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയെന്ന് സ്വന്തം യുവജന സംഘടന തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഈ ഡിവൈഎഫ്ഐ സമ്മേളനത്തിലെ പൊട്ടിത്തെറി വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അണികൾക്ക് പോലും ഈ കപട നേതാക്കളുടെ ധാർഷ്ട്യം പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഭരണം കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ആകാശത്ത് നടന്ന പിണറായി വിജയനും ന്യായീകരണ ക്യാപ്റ്റനായ MV ഗോവിന്ദനും സ്വന്തം അണികളുടെ ഈ കത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇനി എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നത്? തെറ്റുകൾ തിരുത്താൻ തങ്ങൾ തയ്യാറല്ല എന്ന ധിക്കാരമാണ് പാർട്ടിയെ ഈ ഗോപി അവസ്ഥയിൽ എത്തിച്ചത്. തങ്ങൾ ചെയ്യുന്ന സകല കൊള്ളരുതായ്മകൾക്കും അടിമകളെ പോലെ കൊടിപിടിക്കാൻ ഇനി അണികളെ കിട്ടില്ല എന്ന് നേതൃത്വം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സ്വന്തം തെറ്റുകൾ തിരുത്താനും ജനങ്ങളിലേക്ക് ഇറങ്ങി വരാനും പിണറായി വിജയനും ഗോവിന്ദനും ഇനിയെങ്കിലും തയ്യാറാകാത്ത പക്ഷം ഈ ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ ഉയർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അന്ത്യകൂദാശിയുടെ ഒരു തുടക്കമായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഭരണം കയ്യിലുള്ളതിന്റെ അഹങ്കാരത്തിൽ ജനങ്ങളെയും അണികളെയും പുച്ഛിച്ചു തള്ളിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരെ സ്വന്തം ഡിവൈഎഫ്ഐ അണികൾ തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട ചരൽക്കുന്നിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഗോവിന്ദനും പിണറായിയും ചേർന്നപ്പോൾ പാർട്ടിയുടെ അവസ്ഥ ഗോപിയായി എന്ന് അണികൾ തന്നെ പരസ്യമായി പരിഹസിച്ചു കഴിഞ്ഞു. ഇത് നേതൃത്വത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന നേതാക്കളുടെ ധാർഷ്ട്യം തന്നെയാണ് പാർട്ടിയെ തകർത്തത്. സ്വർണ്ണക്കൊള്ള ആരോപണം നേരിടുന്ന പത്മകുമാറിനെ ചുമക്കുന്നതടക്കം പാർട്ടിക്ക് ദോഷം മാത്രമാണ് ഉണ്ടാക്കിയതെന്നും അണികൾ വിളിച്ചു പറയുമ്പോൾ ഈ CPM നേതൃത്വം പൂർണ്ണമായും പ്രതികൂട്ടിലാവുകയാണ്.